ചന്ദ്രൻ ചേട്ടൻ താമസിക്കുന്നത് കോമളപുരം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്. ചേട്ടന് 40 കിലോമീറ്റർ അകലെയുള്ള താമരപുരത്ത് ഒരു ജോലി കിട്ടി. ഇനി ജോലിക്ക് പോകണം. അതിന് ഓഫീസിൽ യാത്ര ചെയ്തെത്തണം. ചേട്ടൻ്റെ വീടിന് മുൻപിൽ കൂടെ രാവിലെ ഒരു പ്രൈവറ്റ് ബസ് പോകുന്നു. 7 മണിക്ക് യാത്ര തുടങ്ങിയാൽ 8:30 ആകുമ്പോൾ ചേട്ടൻ എത്തും. 8:45 ആകുമ്പോൾ ജോലിക്ക് കയറും. വണ്ടിക്കൂലി 40 രൂപ. സ്ഥിരം യാത്രികനായതുകൊണ്ട് തന്നെ നിരക്കിലൊരു 5 രൂപ ഇളവുമുണ്ട്. വൈകിട്ട് മറ്റൊരു ബസ്സിൽ തിരിച്ച് യാത്ര. 5:30 കയറിയാൽ 7 മണിക്ക് വീട്ടിലെത്താം. അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം സർക്കാർ ചേട്ടൻ ജോലിക്ക് പോകുന്ന റൂട്ട് ദേശസാൽക്കരിച്ചു. നാഷണലൈസേഷനെ. എന്നിട്ട് ചേട്ടൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ബസ്സിന് പകരം ഒരു പുത്തൻ സൂപ്പർഫാസ്റ്റ് ബസ് നിരത്തിലിറക്കി. യാത്രാക്കൂലി 40-ന് പകരം 50 ആയി. എന്നിട്ട് അതിന് പുറമെ ഒരു സെസ്സും വെച്ചു. മൊത്തം 53 രൂപ. ചേട്ടന് നഷ്ടം ഒരു ദിവസം 36 രൂപ, ഒരു മാസം 900 രൂപ. പോട്ടെ, എല്ലാം നമ്മുടെ സർക്കാരിന് വേണ്ടിയാണല്ലോ. നമ്മുടെ നാടും നമ്മുടെ KSRTCയും നന്നാകണമല്ലോ. ചേട്ടൻ സ്വയം ആശ്വസിച്ചു. ആദ്യമൊക്കെ ബസ് കൃത്യസമയത്ത് വന്നു. പിന്നെ തോന്നുന്ന സമയത്ത് വരാൻ തുടങ്ങി. ചേട്ടൻ ഓഫീസിൽ ചെല്ലുന്ന സമയവും മാറിക്കൊണ്ടിരുന്നു. 8:45 ചിലപ്പം 9 ആയി, 9:30 അങ്ങനെ. ചേട്ടന് ബോസിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന തെറിയുടെ അളവും കൂടിക്കൂടി വന്നു. ഒടുവിൽ സമയത്ത് ഓഫീസിലെത്താനായി ചന്ദ്രചേട്ടൻ ഒരു ബൈക്ക് വാങ്ങി. 1,00,000 രൂപ ഒറ്റയടിക്ക് പോയി കിട്ടി. വാഹന കമ്പനികൾ നമ്മുടെ GDP വർദ്ധിപ്പിക്കുമല്ലോ. അതുവഴി രാജ്യം പുരോഗമിക്കുമല്ലോ. ചന്ദ്രൻ ചേട്ടൻ വീണ്ടും സ്വയം ആശ്വസിച്ചു. അങ്ങനെ ചന്ദ്രൻ ചേട്ടൻ തൻ്റെ പുത്തൻ ബൈക്കിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്രയുടെ കൂടെ ഒരു നടുവുവേദനയും കൂടി. ചേട്ടൻ്റെ ശമ്പളം വണ്ടി സർവീസ് ചെയ്യാനും ചേട്ടനെ സർവീസ് ചെയ്യാനും പെട്രോൾ അടിക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെയായി മാറി. ആശുപത്രികളും മരുന്ന് കമ്പനികളും വണ്ടി സർവീസ് സെൻ്ററും എല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമല്ലോ. ചേട്ടൻ വീണ്ടും സ്വയം ആശ്വസിച്ചു. പെട്രോൾ വില കൂടിക്കൊണ്ടേയിരുന്നു. രാജ്യത്തിൻ്റെ GDP കുറച്ചുനാൾ കടന്നുപോയി. സർക്കാർ പെട്രോളിൽ എത്തനോൾ കലക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞു, പണിയും കൂടി. ചേട്ടന് വീണ്ടും പണി കിട്ടി. സർവീസ് സെൻ്ററുകളും എത്തനോൾ കമ്പനിയും രാജ്യത്തിൻ്റെ GDP കൂട്ടുമല്ലോ. രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം. ചേട്ടൻ വീണ്ടും സ്വയം ആശ്വസിച്ചു. ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ വണ്ടി പൊല്യൂഷൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കാൻ ചേട്ടൻ വണ്ടി പണിയാൻ കൊടുത്തു. ചേട്ടാ, ഇത് നന്നാക്കാൻ പറ്റില്ല എന്ന് വർക്ക്ഷോപ്പിലെ പണിക്കാരൻ. എന്നാൽ പോട്ടെ, വിട്ടിട്ട് പുതിയൊരു വണ്ടി എടുക്കാം എന്നായി ചേട്ടൻ. പുതിയ വണ്ടി മേടിക്കാനുള്ള പണം എവിടെ നിന്നുണ്ടാക്കും എന്ന ടെൻഷൻ ഒരു ഭാഗത്ത്. വളവിൽ നിൽക്കുന്ന പോലീസ് പിടിച്ചാൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഫൈൻ അടിക്കും എന്നുള്ള പേടി മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായി വണ്ടി ഓടിക്കുന്നതിനിടയിൽ ചേട്ടൻ്റെ വണ്ടി ഒരു കുഴിയിൽ ചാടി. ചേട്ടൻ വടിയായി. റോഡിൽ കുഴികളുണ്ടെങ്കിലല്ലേ റോഡ് വീണ്ടും ടാർ ചെയ്യാൻ പറ്റൂ. വീണ്ടും വഴികൾ നന്നാക്കുമ്പോൾ രാജ്യത്തിൻ്റെ GDP കുതിക്കുമല്ലോ. സ്വർഗത്തിലിരുന്ന് ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ട് സ്വയം ആശ്വസിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ GDP വളർത്തി വലുതാക്കി ചന്ദ്രൻ ചേട്ടൻ ഇഹലോകവാസം വെടിഞ്ഞു. ഇത് കാണുന്ന കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നാളെ ചിലപ്പോൾ ബിവറേജിൽ പോയി വണ്ടിക്ക് പെട്രോൾ മിക്സ് ചെയ്ത മദ്യം കൊടുക്കേണ്ടി വരും. GDP ആണല്ലോ ജീവനേക്കാൾ വലുത്. അതുകൊണ്ട് തന്നെ ജീവൻ പോയാലും സ്വന്തം രാജ്യം കൈവിടരുത്. കുഴിയിൽ വീണില്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.